ഫ്രണ്ട്സ്, ഇത് ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ. 1 kg ആണ്, പക്ഷെ നല്ല വലിയ ബേസല്ലേ. 2 kgയുടെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാര്യം നമുക്ക് പേര് ബോർഡിൽ വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ചെയ്തത് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് പള്ളിക്കുന്ന കേട്ടോ. എൻ്റെ മക്കളെ കൂടെ വോളിബോളൊക്കെ കളിക്കുന്ന ഒരു മോൻ്റെ റിലേറ്റീവ് തന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ അറിയത്തില്ലായിരുന്നു ഞാൻ കേക്ക് ചെയ്യുമെന്നൊക്കെ. അങ്ങനെ എൻ്റെ മോൻ ഒരു ദിവസം എന്തോ താമസിക്കുകയോ എന്തോ ചെയ്തപ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മച്ചി കേക്ക് കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ചോദിച്ചു, നിൻ്റെ അമ്മ കേക്ക് ചെയ്യൂടാ, നമുക്ക് ഇഷ്ടംപോലെ കേക്കിൻ്റെ ഓർഡറൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വേറെ എവിടേക്കോ പോയാണ് വാങ്ങുന്നത്, എങ്കിൽ പിന്നെ ഉമ്മാരുടെ നമ്പർ താന്ന് പറഞ്ഞ് അങ്ങനെ തന്നിട്ട് അങ്ങനെ അവൻ നമ്പർ കൊടുത്തു കേട്ടോ. നമ്പർ കൊടുത്ത് അങ്ങനെ പിറ്റേന്ന് തന്നെ എനിക്കൊരു കേക്ക് തന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഓവൻ കംപ്ലൈൻ്റ് ആയെന്ന്. അന്ന് ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 kg കേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ വേറൊരു ആൾ, ഇതിപ്പോൾ ഹസ്ന കേട്ടോ. അങ്ങനെ ഹസ്നയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ മെസ്സേജ് ഇട്ടപ്പം പറയുകയും ചെയ്തു കേട്ടോ, ഇത്താര കേക്കിനെ കുറിച്ച് അവൻ ഭയങ്കര അഭിപ്രായമാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മളെ കുടുംബത്തുള്ളവർ തന്നെ നമ്മുടേത് വാങ്ങാതെ പുറത്തുനിന്നും കടയിൽ നിന്നും ഒക്കെ വാങ്ങുന്ന പല ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ അടുത്തു നിന്നായാലും നമ്മളെ റിലേറ്റീവ് ആയാലും ഒക്കെ. അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമറാണ് നമ്മുടെ വിജയമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ആര് വാങ്ങിയാലും ആര് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ടെൻഡർ കോക്കനട്ട് ആയിരുന്നു. പക്ഷേ അവൾ പറഞ്ഞു ടെൻഡർ കോക്കനട്ട് വേണ്ട, വേറെ ഏതെങ്കിലും നട്ട്സിൻ്റെ കേക്ക് മതി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആരോ പറഞ്ഞു, അല്ലെങ്കിൽ എന്തോ വീഡിയോയിലെന്തോ കണ്ടു, പിന്നെ എന്താണ് ഒരു ചളിപ്പ് ടേസ്റ്റാണ് ടെൻഡർ കോക്കനട്ട്. ഞാൻ പറഞ്ഞു ഇല്ലടി നല്ല ഫ്ലേവറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒരു റിസ്കിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. എന്നിട്ടും കരിക്ക് കിട്ടിയപ്പോൾ ഇച്ചിരി ഒന്ന് മൂത്തുപോയി, എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ അവൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് ഇത്ത പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാനും പറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നല്ല രീതിയിൽ ഫില്ലിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലെയറിൽ നല്ല തിക്കായിട്ട് ഒരേ ലെയർ വീതമാണ് നമ്മൾ ഫില്ലിങ്സ് കൊടുത്തത്. എന്നിട്ട് അവൾ വൈറ്റ് കേക്കിൽ ഇതുപോലെ എന്താണ് ഹസ്ബൻഡ് ഡാഡ് എന്നുള്ള ഒരു തീമുണ്ടല്ലോ, അതാണ് തന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു പിങ്കും വൈറ്റും കൂടെ ഉള്ള ഒരു കേക്കിൻ്റെ മോഡൽ ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഏതെങ്കിലും ഒരു കളർ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇത്താന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കേട്ടോ. ചെയ്ത് ഞാൻ ഇതാണ് ഫോട്ടോ, ഇതാണ് ഫൈനൽ. ഇത് എല്ലാവർക്കും ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോൾ അടിയിൽ സൈഡിൽ ഇങ്ങനെ സ്ക്രാപ്പർ ഡിസൈൻ ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല. പിന്നെ മെകളും പ്ലെയിൻ ആയിട്ട് തോന്നുന്നു, കുറച്ച് ഷുഗർ ബാൾ കൊടുക്കുമെന്ന് ചോദിച്ചേട്ടോ. അങ്ങനെ നമ്മൾ ഷുഗർ ബാൾ ഇട്ടു. എന്നിട്ട് ഫോട്ടോ ഇട്ടു. പക്ഷേ അതൊരു രസമില്ലല്ലോ ഇത്താ, എങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഫ്ലവർ കൊടുത്താലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അടിയിൽ റിബനും കൊടുത്ത് ആ ഷുഗർ ബാളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഫിനിഷ് ചെയ്ത് നമ്മൾ ഫ്ലവറും കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻറ്റ് ചെയ്യണം. ഇതാണ് അവർ ആദ്യം തന്ന ഓർഡർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.